റഷ്യ ഇന്ത്യ ക്രൂഡ് ബന്ധം, അതേപോലെ തന്നെ റഷ്യയുടെ വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലോട്ട് വന്നത് വെസ്റ്റേൺ കൺട്രീസ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും അതവർക്ക് ചൊറിയുന്ന സംഭവം തന്നെയാണ്. അത് റീസൺ നിങ്ങൾക്ക് പറയാം എന്താ കാര്യം. കാരണം ഇപ്പം G7 കൺട്രി ആണെങ്കിലും G20 കൺട്രി ആണെങ്കിലും ഇവിടെയൊക്കെ അമേരിക്കയും ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളാണ് നമ്മുടെ മോദിയെ, നമ്മുടെ പ്രധാനമന്ത്രിയെ വിശ്വഗുരുവാക്കി. അപ്പോൾ അവരിത് ആക്കുമ്പോഴും അവരുമായിട്ട് ട്രേഡ് നടത്തുമ്പോഴും പീപ്പിൾസ് ടു പീപ്പിൾ കോണ്ടാക്റ്റും വിസകളൊക്കെ തരുമ്പോഴും, അതേപോലെ ടൂറിസം, ഇന്ത്യയുടെ ടൂറിസം മേഖലയിലൂടെ ഇത്രയും ആൾക്കാർ അവിടെ നിന്ന് വരുമ്പോഴും ആ ബന്ധം പ്രശ്നം ഉണ്ടാകരുത്. പക്ഷെ പ്രശ്നമുണ്ടായി, ആ ട്രസ്റ്റ് അങ്ങ് പോയി. അപ്പം അതിൻ്റെ ഡാമേജ് കൺട്രോളാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്നത്. എന്താ കാര്യം? അതായത് ഉക്രൈനിയൻ പ്രസിഡന്റിനെ എങ്ങനെങ്കിലും ഇന്ത്യയെ കൊണ്ടുവരണം. പുടിൻ ഇന്ത്യ വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി വ്ളാദിമിർ സെലൻസ്കിയുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാരത്തോൺ ഏതെങ്കിലും രീതിയിൽ ഈ സെലൻസ്കിയെ ഇന്ത്യയെ കൊണ്ടുവരണം. കാരണം ഇതും മാച്ച് ചെയ്ത് പോകണം. ഇത് തമാശ ഗെയിമല്ല ഈ ഗെയിം കളിച്ചിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുണ്ട്, അതിനുശേഷം 8-9 മാസമായി ഇന്ത്യയുടെ ബന്ധം മോശമായി. ക്രൂഡുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്ക പ്യുണിറ്റീവ് സാങ്ഷൻ ടാരിഫ്, യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടോളം റഷ്യൻ കമ്പനികൾക്കെതിരെ, ഓയിൽ കമ്പനിക്കെതിരെ സാങ്ഷൻ കൊണ്ടുവരുന്നു. ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ കച്ചവടം റഷ്യയിൽ നിന്ന് ഗ്രാജുവലി നിർത്തി ഏകദേശം പൂർത്തീകരിച്ചു. പിന്നീട് പുടിൻ ഇന്ത്യയിൽ വരുന്നു. നോക്കണം, ഇന്ത്യ ഗവൺമെൻറ് വളരെ ബാലൻസിങ് ഗെയിമാണ് കളിച്ചിരിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിന് പിടികിട്ടി, മോദി ഗവൺമെൻറ്റിനും അതിനെ ഈ പറയുന്ന സംഘപരിവാറായ ആൾക്കാർക്കും അതിൻ്റെ ഗെയിം പ്ലാനൊക്കെ പിടികിട്ടി ഈ പോക്ക് ശരിയാവത്തില്ല. കാരണം എതിർക്കുകയാണെങ്കിൽ ഇന്ത്യയെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് കളയും. കാരണം മിഡിൽ ഈസ്റ്റൊക്കെ ഉണ്ടായ സംഭവം നിങ്ങൾ കണ്ടു കാണും. പെട്ടെന്ന് സൗദി അറേബ്യ പാകിസ്ഥാനിൽ പോകുന്നു, പാകിസ്ഥാൻ ജനറലിനെ വിളിച്ച് സൗദിയും അറേബ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങൾ സ്വീകരണം കൊടുക്കുന്നു, കോൺഫറൻസിനെ പങ്കെടുപ്പിക്കുന്നു, പാകിസ്ഥാൻ ഓയിൽ കൊടുക്കുന്നു, സാമ്പത്തിക സഹായം കൊടുക്കുന്നു, അക്കോർഡുകൾ സൈൻ ചെയ്യുന്നു. ഇത് അക്സെപ്റ്റബിൾ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം.